ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കോണ്ടൻറ്റ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. റീസെൻ്റ്ലി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടും ഞാൻ കുറച്ച് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ലാസ്റ്റ് ഡേ വന്ന ഒരു കമൻറ്റിൻ്റെ ബേസിസിലാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുമല്ലോ. അപ്പം ഒബൈസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം, കുട്ടികളിലെ അമിതവണ്ണം, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും വെയിറ്റ് ലോസ് അല്ലെങ്കിൽ നമുക്ക് അഡൽട്ട്സിൽ നമ്മളെങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത് എന്നുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത്. എന്നാൽ പല കുട്ടികളിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലും ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്നത്. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ വണ്ണം വെക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ. പക്ഷേ ഇന്ന് നേരെ തിരിച്ച് കുഞ്ഞുങ്ങൾ വണ്ണം വെക്കുന്നു, ഓവർ വെയിറ്റ് ആവുന്നു, ഒബേസിറ്റി ആവുന്നു, കുടവയർ വെക്കുന്നു എന്നുള്ളൊരു പരാതിയാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രവണത കണ്ടുവരുന്നത് ഏകദേശം ഒരു 9 തൊട്ട് 14-15 വയസ്സുള്ള കുട്ടികളിലാണ്. അപ്പം ഇതിൻ്റെ കാരണങ്ങളും ഇതെങ്ങനെ മാറ്റാമെന്നും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ചെറുതായ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് നിങ്ങളൊരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെന്ന് ഞാൻ പറയും. പണ്ടൊക്കെ കുഞ്ഞുങ്ങളെല്ലാവരും പറമ്പിലും തൊടിയിലും ഒക്കെ എന്താണ് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നാലും എല്ലാവരും കളിച്ച് ഓടി ചാടി നടന്നിട്ടുള്ള കുട്ടികളാണ്. ഇപ്പം അവർ ഏറ്റവും കൂടുതൽ ഇൻഡോർ ഗെയിംസ് അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസാണ് കൂടുതലും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ കുറവ് തന്നെയാണ് എന്നാണ് ഈ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെല്ലാം അവരുടെ ഫോണിലും ഗാഡ്ജറ്റിലും അഡിക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, അവരുടെ ശരീരം അനങ്ങുന്ന ഒരു കാര്യങ്ങളും അവരെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ണം വെക്കുക അല്ലെങ്കിൽ ഒബേസിറ്റി, കുടവയർ വെക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഓവർ ഈറ്റിംഗ്. ഫുഡ് ഹാബിറ്റ്സ്, അതായത് ശരിയല്ലാത്ത രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് കുഞ്ഞുങ്ങളിൽ വണ്ണം വെക്കാനായിട്ടുള്ള കാരണം തന്നെയാണ്. നമ്മൾ മാതാപിതാക്കളായാലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ബർഗർ, ചിപ്സ്, ഫ്രൈഡ് ചിക്കൻ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ എന്താ പറയുക, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് തന്നെയാണ് ഈ വണ്ണം വെക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒബേസിറ്റിക്ക് കാരണമാകുന്ന രണ്ടാമത്തെ കാര്യം. അപ്പം ഒന്നാമത്തെ കാര്യം ഈ ഫോൺ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുറത്തുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മളെല്ലാവരും വെക്കുന്ന ഫുഡ് തന്നെ മാത്രം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ തന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിസിബിളായിട്ടുള്ള ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. അതായത് അച്ഛനും അമ്മയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് വണ്ണമുള്ള അച്ഛനും അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ ആദ്യമേ ഫുഡ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ബാക്ക് ടു നോർമൽ ആക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലെ ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് വറുത്തത്, പൊരിച്ചത്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ, ബേക്കറി ഐറ്റംസൊക്കെ വേണ്ടാന്ന് തന്നെ വെക്കുക. അതിലുള്ള ഒരു മോഡിഫിക്കേഷൻ. പിന്നെ ഈ പറയുന്ന പോലെ ഈ TV, ഗാഡ്ജറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ യൂസേജ് മിനിമലാക്കുക. ഇനി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ½ ആൻ അവർ മാത്രം അവർക്ക് ഈ പറയുന്ന പോലെ ഫോണ്, ഗാഡ്ജറ്റ്സൊക്കെ കൊടുക്കുക. ഇനി അതല്ല, ഒരു സാറ്റർഡേ, സൺഡേ, വീക്കെൻഡ്സ് ഓഫൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ മാക്സിമം 1 അവറിൽ കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല. അതിന് പകരമായിട്ട് അവരെ ഏറ്റവും കൂടുതൽ ഔട്ട്ഡോർ ഗെയിംസിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ എൻഗേജ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം കുറച്ച് നേരം അവരെ പുറത്തേക്കൊക്കെ ഒന്ന് വിട്ട് കളിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഒക്കെ വിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ തന്നെ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ച് 100% ഞാൻ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതെല്ലാം വേണ്ടാന്ന് വെക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കൊടുക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കൊടുത്തു നോക്കുക. ഇങ്ങനെ ഒരു 1 മന്ത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ, മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 1 മന്തിൽ ചേഞ്ചസ് ഇല്ല, ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.